Hi everyone. Last video il nammal population regression function aanu nokkiyathu. Ee video il we are going to learn about sample regression function or SRF. Actually population regression function എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ട പോലെ ഒരു ഹ്യൂജ് പോപ്പുലേഷൻ എടുക്കുകയാണ്. ഇപ്പോൾ 300 ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ആ 300 ഫാമിലീസിൻ്റെയും ഇൻകവും കൺസംഷൻ എക്സ്പെൻഡിച്ചറും എടുത്തിട്ടാണ് നമ്മളൊരു പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഇത് പോസിബിൾ അല്ല. അതായത് ഇത്രയും ഫാമിലീസിൻ്റെ, അതായത് ഇപ്പോൾ 300 ഫാമിലീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഫാമിലീസിൻ്റെ ഇൻകവും കൺസംഷൻ എക്സ്പെൻഡിച്ചറും കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സാമ്പിൾ എടുക്കും. ഒരു പോപ്പുലേഷന്റെ ഒരു ചെറിയ സബ്സെറ്റ് ആയ സാമ്പിൾ എടുക്കും. സാമ്പിൾ മീൻസ് ഇപ്പോൾ ഒരു 300 ഫാമിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു 10 ഫാമിലീസ് അല്ലെങ്കിൽ 20 ഫാമിലീസ് ഓഫ് ഡിഫറെന്റ് ഇൻകം ഗ്രൂപ്പ്സ് എടുത്ത് കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഡേറ്റയും കളക്ട് ചെയ്ത് നമ്മളൊരു സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലേക്ക് അതാക്കും. എന്നിട്ട് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിൽ നിന്നുമാണ് നമ്മൾ population regression function estimate ചെയ്യുന്നത്. So consider that the only information we have is a randomly selected sample of y values for the fixed x values. എന്താണ്, നമുക്കൊരു ജസ്റ്റ് ഒരു സാമ്പിളേ ഉള്ളൂ. അതായത് ഇപ്പം 300 എന്ന് പറയുന്ന ഇൻകത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 150 എന്ന് പറയുന്നതായിരിക്കും കൺസംഷൻ. അതേപോലെ 200 എന്ന് പറയുന്ന ഇൻകത്തിന് കൺസംഷൻ എത്രയായിരിക്കും, 100 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒരു y വാല്യൂ മാത്രമേ ഉള്ളൂ ഓരോ എക്സ് വാല്യൂവിനും. അതായത് നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടപ്പോൾ ഒരു പോപ്പുലേഷനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഓരോ ഇൻകം ഫിക്സ് ചെയ്ത് വെച്ച് ഒരു ഇൻകത്തിന് താഴെ ഡിഫറെന്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ് വരും ഡിഫറെന്റ് ഫാമിലീസിന്റെ. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാമ്പിൾ കളക്ഷൻ ആണ്. അതായത് ഒരു പോപ്പുലേഷന്റെ ചെറിയ സബ്സെറ്റ് ആയ ഒരു സാമ്പിളിനെ, അതായത് അതിപ്പോ ഈവൻ 10 ഫാമിലീസ് ആവാം അല്ലെങ്കിൽ 20 ഫാമിലീസ് ആവാം, അവരുടെ എല്ലാം ഇൻകം ഓരോ ഇൻകത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ് കാണും. സോ ഈ ഒരു ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് സാമ്പിൾ സൈസ് ഇത്രയും ചെറുതാക്കി ഒരു സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് PRF എസ്റ്റിമേറ്റ് ചെയ്യാം എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ഓഫ് എ സാമ്പിൾ. So we can see these are the examples of sample. സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ, നമ്മളൊരു വലിയ പോപ്പുലേഷന്റെ ഒരു ചെറിയ സബ്സെറ്റ്. ഇപ്പം അത് 300 ഫാമിലീസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു 10 ഫാമിലീസ് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ആസ് വി ക്യാൻ സീ ദാറ്റ് ഈ എക്സ് എന്ന് പറയുന്നത് ഇൻകം ആണ്, വൈ എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ. അപ്പോൾ ഇവിടെ 800 എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഇൻകം ആണെങ്കിൽ അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് 550. മറ്റൊരു ഫാമിലിയുടെ ഇൻകം 1000 ആണെങ്കിൽ അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 880. അടുത്ത ഫാമിലിയുടെ 1200 ആണെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 900. അങ്ങനെ പോകുന്നു. അതായത് നമ്മളൊരു ഹ്യൂജ് പോപ്പുലേഷനിൽ നിന്ന് ഒരു 10 ഫാമിലീസിലേക്ക് ചുരുക്കുവാണ് നമ്മുടെ സ്റ്റഡി. നമ്മൾ പറഞ്ഞു റിയൽ ലൈഫിൽ അങ്ങനെ എല്ലാവരുടെയും ഡേറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ നമ്മളൊരു സാമ്പിൾ എടുക്കുകയാണ്. ഒരു 10 ഫാമിലീസിനെ നമ്മൾ 300 ഫാമിലീസിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരുടെ ഇൻകവും അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറും നോട്ട് ഡൗൺ ചെയ്യാണ്. സോ ദാറ്റ് ഇസ് ദിസ് എക്സാമ്പിൾ. അതേപോലെ തന്നെ സാമ്പിൾ 2 നോക്കുകയാണെങ്കിലും ഇവിടെ അറിയാം 800 എന്ന് പറയുന്ന ഇൻകത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 700 എന്ന് പറഞ്ഞ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, 1000 എന്ന് പറയുന്ന ഇൻകം ഉള്ള ഒരു ഫാമിലിയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് 650. അങ്ങനെ. സോ നമ്മൾ ഈ ഫിഗറിൽ വീക്ക്ലി ഇൻകം എക്സ് ആക്സിസിലും എടുത്തിട്ടുണ്ട് ആൻഡ് വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ വൈ ആക്സിസിലും എടുത്തിട്ടുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ അവർ 2 സാമ്പിൾസ് വി ആർ ഡ്രോയിങ് 2 SRFs അല്ലെങ്കിൽ 2 സാമ്പിൾ റിഗ്രഷൻ ലൈൻസ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുവാണ്. അപ്പോൾ SRF1 is actually based on the first sample, whereas SRF2 is based on the second sample. അങ്ങനെ ഇപ്പൊ നമുക്ക് n ഡിഫറെന്റ് സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ 2 സാമ്പിൾസ് ആണ് എടുത്തത്. ആ 2 സാമ്പിൾസിന് 2 റിഗ്രഷൻ ലൈൻസ് വരച്ചു, സാമ്പിൾ റിഗ്രഷൻ ലൈൻസ് വരച്ചു. ഇപ്പൊ നമ്മൾ n ഡിഫറെന്റ് സാമ്പിൾസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് n ഡിഫറെന്റ് സാമ്പിൾ റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാൻ പറ്റും.
ഓക്കെ, ആൻഡ് ഇത്രയും ഒരുപാട് സാമ്പിൾ റിഗ്രഷൻ ലൈൻസ് നമ്മൾ വരച്ചു. അതിൽ മിക്കതും തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന്റെ ഒരു അല്ലെങ്കിൽ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനുമായിട്ട് സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെല്ലാം ഒരു അപ്രോക്സിമേഷൻ എന്നാ പറയുക. കാരണം സാമ്പിൾ ഫ്ലക്ച്വേഷൻസ് ഉള്ളത് കാരണം പ്രോപ്പർ ആയിട്ടുള്ള SRF-ഉം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള SRF-ഉം നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള PRF കാണുമല്ലോ, ആ PRF-ഉം തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. സോ നമ്മൾ SRF എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേഷൻ ഓഫ് PRF എന്നേ പറയാറുള്ളൂ, ബിക്കോസ് ഓഫ് സാമ്പിൾ ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, സോ നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെ ആ സാമ്പിളിൽ നിന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അതുകൊണ്ട് SRF എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ദ ട്രൂ PRF. സോ നമ്മൾ പറഞ്ഞു SRF എന്ന് പറയുന്നത് PRF-ന്റെ ഒരു അപ്രോക്സിമേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ നമ്മുടെ PRF നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. It can be written as expectation of y given xi is equal to beta 1 plus beta 2 xi എന്ന് പഠിച്ചു, where beta 1 and beta 2 are the population parameters അല്ലെങ്കിൽ population coefficients എന്നൊക്കെ നമ്മൾ പഠിച്ചു, where beta 1 is the intercept and beta 2 is the slope coefficient. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇതിന്റെ ഒരു സാമ്പിൾ കൗണ്ടർ പാർട്ട് ആണ് yi hat is equal to beta 1 hat plus beta 2 hat xi എന്നുള്ളത്. ദാറ്റ് ഇസ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനെ നമ്മൾ എഴുതുന്ന ഫോം ആണ് yi hat is equal to beta 1 hat plus beta 2 hat xi എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താ നമ്മുടെ എയിം എന്ന് പറയുന്നത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ PRF കണ്ടുപിടിക്കുക എന്ന് ഉള്ളതാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞു. സോ അങ്ങനെ PRF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുവാണ്. ഓക്കെ, അതായത് ഇതിലേക്ക് എത്തണം നമുക്ക്. എക്സ്പെക്ടേഷൻ ഓഫ് y given xi is equal to beta 1 plus beta 2 xi യിലേക്ക് നമുക്ക് എത്തണം. നമ്മുടെ എയിം എന്ന് പറയുന്നത് എക്കണോമെട്രിക്സ് മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സിൽ നിങ്ങൾ പഠിച്ചു കാണും. നമ്മുടെ എയിം എന്ന് പറയുന്നത് ആക്ച്വലി ഈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഈ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷന്. സോ ഇതിന്റെ എന്തൊക്കെയാണ് ഓരോന്നും എന്നും പറയാം. സോ yi hat എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റിമേറ്റർ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് y given xi. നോക്കിയേ, ഓരോന്നിന്റെയും കൗണ്ടർ പാർട്ട് ആണ്. അതായത് yi hat ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് y given xi കണ്ടുപിടിക്കാം. beta 1 hat എന്ന് പറയുന്നത് is an estimator of beta 1 and beta 2 hat is an estimator of beta 2. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: yi hat is equal to beta 1 hat plus beta 2 hat xi, where yi hat is an estimator. ഈ എസ്റ്റിമേഷൻ അല്ല, എസ്റ്റിമേറ്റർ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഞാൻ അടുത്ത സ്ലൈഡിൽ എന്താണ് എസ്റ്റിമേറ്റർ എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. And beta 1 hat is the estimator of beta 1, beta 2 hat is the estimator of beta 2. So this is the difference between estimator and estimate. Estimator എന്ന് പറഞ്ഞാൽ എന്താണ്? An estimator, also known as a sample statistic, is simply a rule or formula or method that tells how to estimate the population parameter from the information provided by the sample at hand. എന്താണ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്? സിംപ്ലി ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആണ് which tells how to estimate the population parameter from the information provided by the sample at hand. നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ വെച്ച് എങ്ങനെ ഒരു പോപ്പുലേഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാം എന്ന് ഉള്ളതിന്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു റൂള് അല്ലെങ്കിൽ ഒരു ഫോർമുല. അത് മാത്രമാണ് എന്ത്? എസ്റ്റിമേറ്റർ. അതിന്റെ മറ്റൊരു പേരാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളത്. ഈ നമ്മുടെ MCQസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് സാമ്പിൾ പാരാമീറ്ററിനെ എന്താണ് വിളിക്കുന്നതെന്ന്. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ,
So estimate എന്ന് പറഞ്ഞാൽ the numerical value obtained by the estimator in an application is known as estimate. എന്താണ് estimator എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സാമ്പിളിൽ നിന്നും പോപ്പുലേഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു മെത്തേഡ്, അതിനെയാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് അഥവാ എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. ഈ എസ്റ്റിമേറ്റർ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ഫിഗറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അപ്രോക്സിമേഷൻ, എന്തുകൊണ്ടാണ് SRF എന്ന് പറയുന്നത് ഒരു PRFന്റെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് PRF വരച്ചു. PRF ഇതാണ് PRFന്റെ ലൈൻ. PRF നമ്മൾ വരച്ചു. അതേപോലെ തന്നെ SRF നമുക്ക് ഉള്ള സാമ്പിൾ വാല്യൂസ് വെച്ച് നമ്മൾ SRFും പ്ലോട്ട് ചെയ്ത് വരച്ചു. ആൻഡ് ആസ് വി ഓൾ നോ PRF നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് കണ്ടീഷണൽ മീൻസിൽ കൂടിയിട്ടാണ്. സോ ദിസ് ഇസ് എ കണ്ടീഷണൽ മീൻ, ഒരു എക്സ്പെക്ടേഷൻ ഓഫ് y given xi, അതാണ് ഈ പോയിന്റ്. ഇനി അതേസമയം തന്നെ നമുക്കറിയാം സാമ്പിൾ counterpart of expectation of y given xi is ya hat, which is this point. And നമുക്കറിയാം മറ്റ് ഒരുപാട് ഫാക്ടേഴ്സ് കാരണം നമ്മുടെ ഇൻഡിവിജ്വൽ വാല്യൂസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺസംഷൻ എപ്പോഴും മാറിക്കിടക്കും. അതായത് xi എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വീക്ക്ലി ഇൻകം ആണ്. അതിൽ ഒരുപാട് ഫാമിലീസ് കാണും. ആ ഒരുപാട് ഫാമിലീസിൽ എല്ലാവരും തന്നെ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് y given xiയുടെ അടുത്തേക്ക് ആ ആവറേജ് വാല്യൂവിന്റെ അടുത്തായിരിക്കത്തില്ല ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും. സോ മാറിക്കിടക്കുന്ന ആ ഇൻഡിവിജ്വൽ വാല്യൂ ഓഫ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ് YI എന്ന് പറയുന്നത്. സോ അതിന്റെ റീസൺസ് ഒരുപാട് ഉണ്ടാവും. ഇപ്പം മറ്റു ഫാക്ടേഴ്സ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന കാരണമായിരിക്കും ഈ YI ഇങ്ങനെ മാറിക്കിടക്കുന്നത് നമ്മുടെ മീൻ വാല്യൂവിൽ നിന്ന്. ഓക്കെ, സോ as we all know that the difference between the estimated value and the observed value is UI. So അതാണ് ഈ UI കൊണ്ട് കാണിക്കുന്നത്. കണ്ടോ, അതായത് മീൻ വാല്യൂവിൽ നിന്ന് ഇൻഡിവിജ്വൽ വാല്യൂസിന്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് UI കൊണ്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷന്റെ YI hat എന്ന് പറയുന്ന ആ മീൻ വാല്യൂവിൽ നിന്നും മാറിക്കിടക്കുന്ന YI എന്ന് പറയുന്ന വാല്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് UI hat എന്നും പറഞ്ഞു. Okay, so we can express this relation in terms of SRF and PRF. So SRF ന്റെ ടേംസിൽ നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? YI is equal to YI hat plus UI hat. ശരിയല്ലേ? നോക്കിക്കേ, ഇതാണ് YI. YI എന്ന് പറയുന്നത് നമുക്ക് YI വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? YI hat വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. YI hat പ്ലസ് പിന്നെ എത്രയും കൂടെ ഉണ്ട്? UI ഹാറ്റും കൂടെ ഉണ്ട്. സോ YI hat plus UI hat is equal to YI. അതാണല്ലോ നമ്മുടെ SRFന്റെ ഫംഗ്ഷൻ. So it can be also written as YI is equal to beta1 hat plus beta2 hat xi plus UI. Okay, clear ആയി. ഇനി അടുത്തത് in terms of PRF നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളതാണ് ഈ ഫിഗർ വെച്ചിട്ട്. സോ PRF ബേസിസിൽ നോക്കുമ്പം YI എന്ന് പറയുന്നത് എത്രയാണ്? PRF വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്പെക്ടേഷൻ ഓഫ് y given xi പ്ലസ് ബാക്കി ഡിസ്റ്റൻസ് എത്ര വരും? ഈ UI എന്നുള്ള ഈ ഡിസ്റ്റൻസ് വരും. സോ YI is equal to expectation of y given xi plus UI, that is YI is equal to beta1 plus beta2 xi plus UI. So this is the stochastic form of SRF. PRF പോലെ തന്നെ ഉള്ള ഒരു സ്റ്റോക്കാസ്റ്റിക് ഫോം ആണ്. നമ്മൾ ജസ്റ്റ് UI hat മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്യുന്നത് ആ ഫിഗറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇറ്റ് ഇസ് YI is equal to beta1 hat plus beta2 hat xi plus UI hat. So UI hat is the error term of the SRF. And നമ്മുടെ റിഗ്രഷൻ അനാലിസിസിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടു ഫൈൻഡ് ദ PRF. ഓക്കെ, സോ PRF കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലെ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിന്റെ അടുത്തുള്ള അതായത് ഈ beta1 hat beta2 hat എന്നൊക്കെ പറയുന്നത് നമ്മുടെ ട്രൂ beta1ലും ട്രൂ beta2ന്റെ ഒക്കെ ഒരു
അപ്രോക്സിമേഷൻ ആയിട്ട് വരും. സോ ആ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് മാക്സിമം കറക്റ്റ് ആക്കാൻ നോക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് നമുക്ക് ഉള്ളത്. So we know that yi is equal to expectation of y given xi plus ui ആണ് നമ്മൾ കഴിഞ്ഞ ഡയഗ്രത്തിൽ കണ്ടു, which can be also written as yi is equal to beta 1 plus beta 2 xi plus ui. This is our PRF, where our SRF is yi is equal to beta 1 hat plus beta 2 hat xi plus ui. അത് നമ്മൾ കണ്ടതാണ്. സോ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ given SRF we can estimate the PRF. Okay, അതായത് ഈ ബീറ്റ 1 ഹാറ്റ് അല്ലെങ്കിൽ ബീറ്റ 2 ഹാറ്റ് എന്നൊക്കെ പറയുന്ന സാമ്പിൾ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, സോ ഇത് വെച്ചിട്ട് ഈ എസ്റ്റിമേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റിഗ്രഷൻ അനാലിസിസ്. അതായത് ബീറ്റ 1 ഹാറ്റ് ബീറ്റ 2 ഹാറ്റ് എന്നൊക്കെ പറയുന്ന എസ്റ്റിമേറ്റേഴ്സ്, സാമ്പിൾ എസ്റ്റിമേറ്റേഴ്സ് ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് വെച്ച് നമ്മുടെ ഒറിജിനൽ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ആയ ബീറ്റ 1 ബീറ്റ 2 ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. So the critical question now is, granted that the SRF is but an approximation of the PRF, can we devise a rule or a method that will make this approximation as close as possible? See, നമ്മൾ പറഞ്ഞു റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ PRF ഉടനെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് SRFൽ കൂടി മാത്രമേ PRF എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഈ അപ്രോക്സിമേഷൻ എത്രമാത്രം ശരിയാവണം, അതായത് നമ്മുടെ ബീറ്റ 1 ഹാറ്റും ബീറ്റ 2 ഹാറ്റും എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ഷുഡ് ബി ആസ് ക്ലോസ് ആസ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2. അത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ പോസിബിൾ ആക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം നല്ല മെത്തേഡ്സ് ഉണ്ട്. സോ ആ മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഐ എം റീഡിംഗ് ദ സെക്കൻഡ് പാരഗ്രാഫ് ടു. In other words, how should SRF be constructed such that beta 1 hat is as close as possible to true beta 1 and beta 2 hat is as close as possible to true beta 2, even though we will never know the true beta 1 and true beta 2. Okay, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ബീറ്റ 1 ഹാറ്റും ബീറ്റ 2 ഹാറ്റും ഒക്കെ മാക്സിമം നമുക്ക് കിട്ടേണ്ടതായ ബീറ്റ 1നോടും ബീറ്റ 2നോടും ഒക്കെ ക്ലോസ് ആക്കി നിർത്താം, അതിനുവേണ്ടി ഡിവൈസ് ചെയ്തിരിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് OLS മെത്തേഡും മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡും. സോ OLS മെത്തേഡിന്റെ ഫുൾ ഫോം ഇസ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. സോ as soon as possible ഞാൻ OLS മെത്തേഡിനെ പറ്റിയ ഒരു വീഡിയോ ചെയ്യാം. So that's for today's class. Thank you.